NSS-SNDP ബാന്ധവത്തിന് പിന്നാലെ ദളിത് വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കാൻ രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിൽ ആണ് ചെന്നിത്തല. ദേശീയ ദളിത് നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാകും പരിപാടി നടത്തുക. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വെള്ളാപ്പള്ളി നടേശന്റെ പരസ്യ പിന്തുണയോടെ ആദ്യം SNDP, തൊട്ടു പിന്നാലെ മന്നം ജയന്തിക്ക് മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ച് NSS, ഒടുവിൽ ലീഗ് നേതൃത്വം. സാമുദായിക സംഘടനകളുടെയും മത നേതാക്കന്മാരുടെയും പിന്തുണ ഉറപ്പാക്കിയുള്ള രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കം എന്തിനു വേണ്ടിയെന്ന ചോദ്യം കോൺഗ്രസ് ക്യാമ്പിൽ സജീവ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ ദളിത് സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചെന്നിത്തലയുടെ അടുത്ത ശ്രമം. വിവിധ സംഘടനകളിൽ നിന്നായി 5000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദളിത് കോൺക്ലേവ് ആകും തലസ്ഥാനത്ത് നടക്കുക. ദളിത് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ നേതാക്കളും കോൺക്ലേവിന്റെ ഭാഗമാകുമെന്നാണ് സൂചന. ചെന്നിത്തലയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ദളിത് കോൺക്ലേവിന്റെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. KPCC നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് NSSഉം SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാനായാൽ കരുത്തേറുമെന്ന വിലയിരുത്തലിലാണ് RC ക്യാമ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, മുഖ്യമന്ത്രിയാകാനുള്ള ചെന്നിത്തലയുടെ നീക്കം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നതാണ്. മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം രമേശ് ചെന്നിത്തലയോട് ആരായുകയും ചെയ്തു. ഇത് മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തേണ്ട സമയമല്ല എന്നതായിരുന്നു അന്ന് അദ്ദേഹം നൽകിയ മറുപടി. പക്ഷേ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സാമുദായിക സംഘടനകളെ ചേർത്ത് പിടിക്കുക എന്നത്. അതിൽ പതിറ്റാണ്ടുകളോളം അകന്നു നിന്നിരുന്ന NSSനെ പെരുന്നയിലേക്ക് അദ്ദേഹം ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം ആണ് തിരികെ എത്തിയത് എന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അതിനുശേഷം നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് നേതൃത്വവുമായുള്ള അടുപ്പം. ഇപ്പോഴിതാ ദളിത് വിഭാഗങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യാൻ ഒരുങ്ങുന്നു ചെന്നിത്തല. ഒരു ഭാഗത്ത് ഈ തലപ്പത്തേക്കുള്ള നീക്കം എന്നത് ആര് തള്ളിക്കളഞ്ഞാലും അത്തരം നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ചകളും യോഗങ്ങളും എന്ന് വേണ്ടേ അനുമാനിക്കാൻ. അഭിലാഷ്, തികച്ചും യാദൃശ്ചികമായിട്ടാണോ NSSഉം SNDPയും ലീഗ് നേതൃത്വവും രമേശ് ചെന്നിത്തലയ്ക്ക് പല കോണുകളിൽ നിന്ന് ഇങ്ങനെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമിടയിൽ സംശയം തുടരുന്നതിനിടയിലാണ് ദളിത് വിഭാഗങ്ങളെ കൂടി പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെന്നിത്തലയുടെ തന്ത്രപരമായ നീക്കം. അതിന്റെ ഭാഗമായി തന്നെയാണ് അംബേദ്കർ വിവാദം, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ദളിത് കോൺക്ലേവ് എന്ന തരത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ദളിത് സംഘടനകളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5000 പേർ പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവ് തലസ്ഥാനത്ത് വെച്ച് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. KPCC നേതൃത്വത്തിന്റെയോ UDF നേതൃത്വത്തിന്റെയോ കൃത്യമായ ധാരണയോടെയാണോ ഇങ്ങനെ ഒരു കോൺക്ലേവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ നമുക്ക് ലഭിച്ച സൂചനകൾ അനുസരിച്ച് ദളിത് സംഘടനകളോടുകൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അപ്രമാദിത്യം പാർട്ടിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന്, ചെന്നിത്തലയുടെ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം എടുത്തു പറയാൻ. നമുക്കറിയാം NSSഉം SNDPയും സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമദൂരം വിട്ട് ശരി ദൂരത്തിലേക്ക് അടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷകനായി ചെന്നിത്തല എത്തുന്നു. തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അദ്ദേഹത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം. അതിന് പിന്നാലെ ലീഗ് നേതൃത്വം ചെന്നിത്തലയോട് അഭേദ്യമായി ഉണ്ടായിരുന്ന ബന്ധം കൃത്യമായി സമൂഹമാധ്യമ പോസ്റ്റുകളിലൂടെയും നേതാക്കളുടെ വാക്കുകളിലൂടെയും ഒക്കെ പ്രകടമാക്കുന്ന പശ്ചാത്തലം. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനിടയിൽ ഇന്നലെ KPCC നേതൃയോഗത്തിലടക്കം കോൺഗ്രസ് മുൻ
പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തർക്കങ്ങളും ചർച്ചകളുമൊന്നും ഇപ്പോൾ വേണ്ട, തെരഞ്ഞെടുപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമായിരിക്കണം നേതാക്കന്മാരുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനിടയിൽ മറുവശത്ത് ചെന്നിത്തല ഇങ്ങനെ ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് അവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം. അതിനോട് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വ്യക്തത കൈവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ദളിത് വിഭാഗങ്ങളെ കൂടി കോൺഗ്രസിനോട് ഒപ്പം ചേർത്ത് നിർത്താനുള്ള UDF ക്യാമ്പിലേക്ക് അടുപ്പിക്കാനുള്ള, ചെന്നിത്തലയോട് ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കമായി തന്നെ വേണം ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ. അങ്ങനെ ദളിത് വിഭാഗങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കാനായാൽ മുഴുവൻ സാമുദായിക സംഘടനകളുടെയും പിന്തുണ തനിക്കുണ്ട് എന്ന അവകാശവാദം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കമായി തന്നെ വേണം ഇപ്പോൾ നടക്കുന്ന ഈ മുന്നൊരുക്കങ്ങളെ മനസ്സിലാക്കാൻ. തീർച്ചയായും അവിടെ ഡാൻ, ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയമായി വിഷയങ്ങൾ നോക്കിക്കാണുകയും സാമുദായിക സംഘടനകളെ ഉൾക്കൊള്ളാറില്ല, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിലെ മാറ്റത്തെ CPIM ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. മൃദു ഇസ്ലാമിക സമീപനം സ്വീകരിച്ചാൽ അത് ഭാവിയിൽ ഗുണം ചെയ്യില്ല. ഹൈന്ദവ വോട്ടുകളെ ഒപ്പം നിർത്തിയാൽ മാത്രമേ കേരളത്തിൽ മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കൂ എന്ന ഒരു വിലയിരുത്തലിലേക്ക് CPIM തന്നെ എത്തിയിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് ശിവഗിരിയിൽ അടക്കം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതേ നാണയത്തിൽ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മതസാമുദായിക സംഘടനകളെ ഏറ്റവും ചേർന്ന് നിന്നിരുന്നത് കോൺഗ്രസിനോടാണ്. അതിന് വിള്ളൽ വീണത് VD സതീശന്റെ പരാമർശമാണ്. ഈ മതസാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ എന്നെ കിട്ടില്ല എന്ന് VD സതീശൻ പറഞ്ഞത് അത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണവും കോട്ടവും അത്ര ചെറുതായിരുന്നില്ല. അതിനുള്ള മരുന്നുകൂടിയായി മാറുന്നുണ്ടോ ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ നീക്കം? ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFന് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുണ്ടായ വലിയ വിജയത്തിന് പ്രതിരോധം തീർക്കാനായി ഇടതു നേതൃത്വം മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ന്യായം ദേശീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പായതിനാലാണ് UDFന് ഇങ്ങനെ വലിയൊരു വിജയം കേരളത്തിൽ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല അതിൽ പ്രതിഫലിച്ചതെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. സംസ്ഥാനത്ത് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണം നടക്കുന്നു. അത് ഇടത് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭൂരിപക്ഷ സമുദായത്തെ, അകന്നുകൊണ്ടിരുന്ന ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള പരസ്യമായ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യം. ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖം വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന പശ്ചാത്തലം, അവിടെയൊക്കെ ബോധപൂർവമായ ഒരു നീക്കം ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവ ഒപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം തുടങ്ങിയത്. ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തു. ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നു. അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും മൗനം തുടരുന്നു. ഈ സാഹചര്യങ്ങൾക്കിടയിലാണ് NSS അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്ക് മുഖ്യ പ്രഭാഷകനായി ക്ഷണിക്കുന്നു. അതേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ളൊരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. ഇതൊക്കെ വലിയ തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാരുമിടയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇത്തരം ചർച്ചകൾ അനവസരത്തിലാണത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന നിലപാടുമായി പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ രമേശ് ചെന്നിത്തല ദളിത് കോൺക്ലേവ് നടത്താനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമായി ബോധ്യമാകും. VD സതീശന് മുമ്പിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് ചെന്നിത്തലയുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ മാറുകയാണ്. അവിടെ ദേശീയ നേതൃത്വം, കോൺഗ്രസ് ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് നേതൃത്വം ആർക്കൊപ്പം നിൽക്കും, ആർക്ക് പിന്തുണ കൊടുക്കും എന്ന കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ കുറച്ചധിക വർഷങ്ങളായി
ആ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു പതിവാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആ കോൺഗ്രസിന്റെ ആ റാപ്പോയ്ക്ക് അങ്ങനെയൊരു നീക്കത്തിന് ഏതെങ്കിലും തരത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകുമോ? അങ്ങനെ ഒരു മാറ്റമുണ്ടായാൽ അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അവിടെ ഡാൻ, രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ്. മന്ത്രിപദം വഹിക്കുമ്പോഴടക്കം അദ്ദേഹത്തിന്റെ പ്രായം നമുക്കറിയാം. അതിനുശേഷം ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നാകുമെന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തിയിരുന്ന നേതാവ് കൂടിയാണ്. അവിടെ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കളുടെ കടന്നുവരവുണ്ടാകുന്നു. ഈ മതസാമുദായികമായ ഫോർമുലകൾ എപ്പോഴും പ്രധാനപ്പെട്ട ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയുള്ള പശ്ചാത്തലം, ചെന്നിത്തല തന്നെ ചില വേദികളിൽ താൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നത് തുറന്നു പറഞ്ഞിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു പരിശോധിച്ചാൽ ഒരു പക്ഷേ ചെന്നിത്തലയെ പോലെയുള്ള ഒരു നേതാവിന് തന്നെയാണ് അത്തരത്തിൽ ഒരു പദവി ലഭിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി. നേരത്തെ ഒരു മതസാമുദായിക നേതാവ് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ജനങ്ങളും തോൽപ്പിക്കുന്നത് കോൺഗ്രസും തന്നെ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈ ചെന്നിത്തലയുടെ നീക്കത്തെ മറ്റ് നേതാക്കൾ, കെ മുരളീധരനെ പോലെയുള്ളവർ, വി ഡി സതീശനെ പോലെയുള്ളവർ ഏത് നിലയിലാണ് നോക്കിക്കാണുന്നത്? അത് കോൺഗ്രസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നത് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേവലം ചില വ്യക്തികളല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ കൂടിയാണ്. അവിടെയാണ് ഏതെങ്കിലും ഒരു വാക്ക് മറുത്ത് പറഞ്ഞാൽ, അതായത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്ന തരത്തിലുള്ളൊരു പരാമർശം ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് SNDPക്കെതിരെ നടത്തിയ പരാമർശമായി വ്യാഖ്യാനിക്കപ്പെടും. സമാനമായ തരത്തിൽ NSSുമായി ബന്ധപ്പെട്ട G സുകുമാരൻ നായർ ചെന്നിത്തലയുമായുള്ള ബന്ധം ഉയർത്തിക്കാണിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഉള്ള വിമർശനമായി രംഗത്ത് വന്നാൽ അത് NSSനെതിരെയുള്ള പരാമർശമായി വ്യാഖ്യാനിക്കപ്പെടും. ലീഗ് നേതൃത്വം നടത്തിയ പരാമർശങ്ങളിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. അതിനിലയിൽ ദളിത് വിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കം ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് പാർട്ടിയുടെ അറിവോടെയോ അല്ലാതെയോ നടക്കുന്നു. ഇവിടെ ചെന്നിത്തല വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അതായത് മറ്റ് നേതാക്കന്മാർക്ക് പരസ്യമായി വിമർശനം ഉന്നയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നേതാക്കളെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ നേതാക്കൾ ചെന്നിത്തലയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു. അവിടെ ഒരു തരത്തിലും അതിനെതിരെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ മറ്റ് മുതിർന്ന നേതാക്കൾക്ക് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പോലും കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ അദ്ദേഹം വളരെ ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണ്. അവിടെയാണ് ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാട് നിർണായകമായി മാറാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അഭിപ്രായത്തോട്, ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങളോട് വിയോജിപ്പുള്ളവർ ഉണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ അദ്ദേഹത്തോട് പരസ്യമായി പ്രകടമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് മുതിർന്ന നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും. ഒരു കാര്യം ഉറപ്പാണ്, ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് ആരെ മുഖമായി ഉയർത്തിക്കാണിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ കോൺഗ്രസ് ഒരു മുഖത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ല മുൻപൊന്നും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നതെന്ന പ്രതിരോധം തീർക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല സാഹചര്യം. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു മുഖം വേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, മുന്നിലുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏറെ ദൂരമില്ല. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അണിയറ ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ട സമയം തന്നെയാണ്. അവിടെ മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തണം, അവരുമായി കൂടുതൽ അടുക്കണം എന്നത് കോൺഗ്രസിന്റെ തീരുമാനമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. എന്നാൽ രമേശ് ചെന്നിത്തല പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ യോഗങ്ങളിൽ അതിഥിയായി എത്തുന്നു. അതോടൊപ്പം സംഘടനാ നേതാക്കൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു. അത് കോൺഗ്രസിനകത്ത് വീണ്ടും ചർച്ചകൾ സജീവമാക്കും. വാർത്തയാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്തത്.